ഇപ്പൊ ഗട്ടിനെ ഹെൽത്തി ആക്കാൻ സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഫുഡാണെങ്കിലും അല്ലാതെയാണ്. ഫുഡാണ് ഇമ്പോർട്ടന്റ്. ഫുഡാണ് ഏറ്റവും അൺഇമ്പോർട്ടന്റ്. കൊടുക്കണം, ജീവൻ നിലനിർത്താൻ. ആഗ്രഹത്തിനനുസരിച്ച് മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, അത് ചെയ്യാനും പാടില്ല. നമ്മുടെ മസിൽസ് തന്നെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഒരു ഗട്ടിലുള്ള മസിൽസും ഒരു കാർഡിയാക് മസിൽസും വ്യത്യാസമാണ്. നിങ്ങൾ കാർഡിയാക്ക് വന്നു, കാർഡിയാക് മസിൽസ് നിങ്ങൾ എത്ര വർക്ക് ചെയ്യിക്കുന്നു അത്രയും ഹെൽത്തി ആവുകയുള്ളൂ. നിങ്ങൾ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യില്ല. നമുക്ക് ഒരു ക്യാൻസർ വരാൻ സാധ്യത ഏറ്റവും കുറവുള്ള ഓർഗൻ ഏതാണെന്ന് വെച്ചാൽ ഹാർട്ടാണ്. എന്തുകൊണ്ടാണ്? അത് എപ്പോഴും മൊബൈലാണ്, എപ്പോഴും വർക്കിംഗ് ആണ്. അത് നന്നായി വർക്ക് ചെയ്യുന്തോറും അത് ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ, അതൊരിക്കലും ക്ഷീണിക്കുകയല്ല ചെയ്യുക. പക്ഷെ നിങ്ങളുടെ ഗട്ട് മൈക്രോബ് നേരെ തിരിച്ചാണ്. അതിന് റെസ്റ്റ് ആവശ്യമുള്ളതാണ്. അത് വർക്ക് ചെയ്യുന്തോറും അതിന് ക്ഷീണമുണ്ടാവുന്നതാണ്. ഇപ്പം ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങൾ ഏർലി ഭക്ഷണം കഴിക്കണം. രാത്രി ഒരുപാട് വൈകി ഭക്ഷണം കഴിക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ കടന്നുറങ്ങാൻ ഭക്ഷണം കഴിക്കുന്നവരാണ് മലയാളികൾ. ഭക്ഷണം കഴിച്ചിട്ട് പോയി കടന്നുറങ്ങും. ശരിക്കും ഭക്ഷണമാണോ കടന്നുറങ്ങാൻ വേണ്ടത്? അല്ല, ക്ഷീണമാണ് വേണ്ടത്. കഞ്ഞിയാകുമ്പോ വിളിച്ചാൽ മതി.